ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മോളുടെ മനസ്സിന്റെ നിയന്ത്രണം നഷ്ടപ്പെടാതിരിക്കാൻ മോള് ശ്രദ്ധിക്കണം. ഒരു കാര്യം അമ്മ വ്യക്തമായിട്ട് പറയാം മോളെ. എന്തിന്റെ പേരിലായാലും കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ നിങ്ങൾ തമ്മിൽ അകന്നു പോകുമെന്ന് അമ്മയ്ക്ക് പേടിയുണ്ട്. അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല. നവീന്റെ ജീവിതത്തില് എപ്പോഴും നീ നവീന്റെ കൂടെ ഉണ്ടാവണം. ശരി, എന്റെ മനസ്സിപ്പോ ശാന്തമാണ്. ഞാൻ നവീനോട് നന്നായിട്ട് തന്നെ പെരുമാറാം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചില തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട് എന്റെ കുട്ടി. പക്ഷെ എന്നിട്ടും എവിടെയോ പിഴച്ചു പോവുക. മോള് ചെല്ല്. അമ്മ നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടി പൂജാമുറിയിലിരുന്ന് പ്രാർത്ഥിച്ചോളാം. ശരി അമ്മേ. വാ വാ വാ. അയ്യോ അമ്മ ഓടി വാ, പാമ്പ്. അയ്യോ, അയ്യോ 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 അമ്മ വേദനിക്കുന്നു. എന്താ എന്താ ഇവിടെ എന്ത് പറ്റി കഥ? കണ്ടില്ലേ എന്റെ മോളെ എവള് കൊല്ലാൻ ശ്രമിച്ചത് കണ്ടാ? എടി നിന്നെ വാടാ ഇങ്ങോട്ട്. മോളെ ഗാഥ, എന്താ ഇത്? നവീൻ, എന്നെ കരുതി കൂട്ടി പേടിപ്പിക്കുക അവര്. അതിനവര് പാമ്പിനെ കൊണ്ടുവന്നു. പാമ്പോ? ആ അതെ, ഇവിടെ ഉണ്ട്. ഞാൻ കാണിച്ചുതരാം. അവക്ക് ഭ്രാന്താ നവീൻ. അവൾ അലറി വിളിക്കുന്ന കേട്ടിട്ടാ ഞാൻ ഓടി വന്നത്. അപ്പോഴെന്റെ തല അടിച്ചു പൊട്ടിച്ച്. അയ്യോ അമ്മ, ഞാനിപ്പോ ചത്തു. അമ്മ എന്നെ ആശുപത്രി കൊണ്ടുപോമ്മ. അയ്യോ, എന്താണ് നീ എന്റെ മോളെ ചെയ്തത്? നിനക്ക് ആരാണ് എന്റെ മോളെ തൊടാനുള്ള അധികാരം തന്നത്? നിനക്ക് ഭ്രാന്താണെങ്കിൽ നീ നിന്റെ വീട്ടിൽ പോയി കാണിക്കും. ഈ കുടുംബത്തെ കാണിച്ചെന്നെ ആടിച്ചെന്റെ തല്ലിയോ? നിങ്ങൾ എന്നെ തല്ലുവന്ന്. തല്ലു, നിങ്ങൾ എന്നെ തല്ലുവന്ന്. മോളെ ഇങ്ങോട്ട് മാറി നിക്ക്. അമ്മായി, ആദ്യം കീർത്തിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് നോക്ക്. ഞാൻ വണ്ടി എടുക്കാം. അമ്മായി അവളെ വിളിച്ചോണ്ട് പോ. എന്റെ മോളെ ആശുപത്രി കൊണ്ടുപോകണമെങ്കിൽ ഞാൻ കൊണ്ടുപോയിക്കോളാം. അതിന് നിന്റെ സഹായത്തിന്റെ ആവശ്യമൊന്നും എനിക്കില്ല. നീ നിന്റെ ഭ്രാന്തിയായ ഭാര്യയെ കൊണ്ട് ചികിത്സിക്ക്. കൊണ്ടുപോയി വല്ല ആമത്തൊഴിലിട്ട് പൂട്ട്. ഉദേട്ടാ, നമുക്ക് മോളെ ആശുപത്രി കൊണ്ടുപോവാം. എടാ നവീനെ, എനിക്ക് ജോലിയും കൂലിയൊന്നുമില്ല. ഞാൻ ഇവിടെ ഒരു അധിക പറ്റാണെന്ന് എനിക്ക് തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ ഇവിടെ വിളമ്പി വെക്കുന്ന ഓരോ മണി ചോറും ഞാനെടുത്ത് കഴിക്കുന്നതേ വെറും നാണക്കേടോടുകൂടി തന്നെയാ. പക്ഷെ ഞാനിവിടുത്തെ ആരുമല്ല. എന്നെ വേണമെങ്കിൽ നിങ്ങൾ എല്ലാവരും ചവിട്ടി തേച്ചോ. പക്ഷെ നിർമ്മല കളരിക്കലയാണ്. നിർമ്മലയുടെ മോള് കളരിക്കലയാണ്. അവർക്കിവിടെ എന്തെങ്കിലും അവകാശം ഉണ്ടോന്ന്, ഈ കുടുംബത്തിന് എന്തെങ്കിലും അവകാശം ഉണ്ടോന്ന് ഞങ്ങൾക്കൊന്ന് അറിയണം. അത് ഞങ്ങൾ പോയിട്ട് വന്നിട്ട് ബാക്കി പറയാം. അവളൊരു സിത്താര ശ്രീനിവാസന്റെ മോള്. എവക്ക് ഭ്രാന്താണ്, മുടി ഭ്രാന്ത്. കണ്ടാ?